ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ന്യൂ ഇയർ ആകുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്ത കൊല്ലം നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. നല്ല ട്രേഡറും ഇൻവെസ്റ്ററൊക്കെ ആയിട്ട് നിങ്ങളെല്ലാം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം പതിവ് പോലെ തന്നെ വീക്ക്ലി വാച്ച് ലിസ്റ്റും നിഫ്റ്റിയുടെയൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ലെവൽസും. അപ്പം ഡിസ്ക്ലൈമർ പറഞ്ഞ് തന്നെ തുടങ്ങാം. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ട്രേഡിംഗ് അഡ്വൈസോ അല്ലെങ്കിൽ ട്രേഡിംഗ് റെക്കമെൻഡേഷനോ ആയിട്ട് ആരും കണക്കാക്കാത്ത ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആയിട്ട് കണക്കാക്കുക. ഈ സ്റ്റോക്സിലൊക്കെ കൂടുതൽ സ്റ്റഡീസ് നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വാച്ച് ലിസ്റ്റ് എല്ലാവരും കണ്ടു കാണും, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ പോയി കാണാൻ ശ്രമിക്കുക. എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം സ്റ്റോക്സ് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷന് നമുക്കത് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ലൈറ്റ്ലി എന്ന് പറഞ്ഞ ശേഷം മാത്രം സ്റ്റോക്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ലെവൽസ് മനസ്സിലാക്കാതെ നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കും അങ്ങനെയാണെങ്കിൽ. സോ നിഫ്റ്റി നമുക്ക് പറയുകയാണെങ്കിൽ നിഫ്റ്റി എന്താണ് നടക്കുന്നത്? ഓൾ ടൈം ഹൈയിൽ നിന്ന് റിജക്ഷൻ വന്നു, ശേഷം ഞാൻ 1 hour ചാർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ആ റിജക്ഷന് ശേഷം ഈ ഡൗൺ സൈഡ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡ് പോയി ഇപ്പോൾ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ആൻഡ് ഇന്നലത്തെ ദിവസമാണെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഡൗൺ സൈഡ് വന്നു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, മാർക്കറ്റിന് ഒരു അപ്സൈഡ് പോകാനുള്ള ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്ന ശേഷം മാർക്കറ്റ് 25,900 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്കൊരു അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിക്കാം. ഈ 26,300 എന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് വരുന്ന ആഴ്ചകൾ നടത്താം. ഓക്കെ, അപ്പം പുതിയ ഒരു റൈസിങ് മൊമെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവൽസിന് മുകളിലായിരിക്കണം. ആൻഡ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഒരു ഡൗൺ സൈഡ് വന്നാലും ഈ ഇത്രയും സോൺ മാർക്കറ്റിൽ എന്തായാലും നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഇവിടെ പലവട്ടം ബുള്ളിഷ് എൻഗൾഫിംഗ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയ സോണാണ് 25,700. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് തന്ന് പലതവണ ഈ ഏരിയയിൽ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ബയേഴ്സിന്റെ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ബൈയിങ് സോൺ ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ 25,650 താഴെ വന്നാൽ മാത്രമേ നമ്മളൊരു പാനിക്കിലാവേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു വ്യൂ നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ഒരു വ്യൂ എന്നും കൂടെ പറഞ്ഞ ശേഷം നമുക്ക് സ്റ്റോക്സിലേക്ക് തിരിച്ചു പോകാം. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഡിമാൻഡ് ഏരിയാസ് എല്ലാം പെർഫെക്റ്റ്ലി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 58,200 to 100 സോൺ, ഈ ഏരിയ മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അതിനുശേഷം 57,600 എന്ന് പറഞ്ഞാൽ ഈ സോൺ. അപ്പോൾ ഈ രണ്ട് സോണും ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നാൽ മാത്രമേ ഞാൻ ഒരു പാനിക്കിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനൊരു ഒരു ഡിമാൻഡ് ടച്ചിങ് ഏരിയ ആയിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഏരിയാസ് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഞാൻ എൻ്റെ പൊസിഷൻസ് ഒക്കെ ട്രിം ചെയ്ത് അത്യാവശ്യം ലോസസ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് ഇരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ കുറച്ചും കൂടെ ബുള്ളിഷ് മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കും നിഫ്റ്റി ബാങ്കിലും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് GM ബ്രൂവറീസ് ആണ്. കുറച്ച് ടെക്നിക്കലി പറയേണ്ട ഒരു സ്റ്റോക്കാണിത്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, GM ബ്രൂവറീസ് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് ഡീപ്പ് കറക്ഷൻസ് വന്ന സ്റ്റോക്കാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുക. GM ബ്രൂവറീസിൻ്റെ ആദ്യം നല്ല രീതിയിൽ അപ്സൈഡ് പോയ GM ബ്രൂവറീസ് 594 റേഞ്ചിൽ നിന്ന് കണ്ടില്ലേ, നല്ല ബ്രേക്കൗട്ടൊക്കെ തന്ന ശേഷം വീണ്ടും ഡൗൺ സൈഡ് വരും. അപ്പോൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഡൗൺ സൈഡ് വന്ന് എന്താ പറയുക, ട്രേഡേഴ്സിനെ പാനിക് ആക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാൻ തന്നെ നല്ല അപ്സൈഡ് തന്ന ശേഷം ഡൗൺ സൈഡ് വന്ന ഒരു സ്റ്റോക്കാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പലവട്ടം. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം ബേസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു, അല്ലേ? ബ്രേക്ക്ഔട്ട് ചെയ്തു 940 വരെ പോയ ശേഷം എന്താണ് നടന്നത് ഈ സ്റ്റോക്കിൽ? ശേഷം നല്ല ബ്രേക്ക്ഔട്ട് തന്ന സ്റ്റോക്ക് റീടെസ്റ്റ് വരെ തന്ന ശേഷം റീടെസ്റ്റ് ചെയ്ത് അപ്പ് സൈഡ് പോയി, ശേഷം വീണ്ടും ഡൗൺ സൈഡ് വന്നു. ആ ഒരു റീടെസ്റ്റ് സോണ് ഡൗൺ സൈഡ് വന്നു, മാർക്കറ്റ് വീണ്ടും ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്തു. സോ ബ്രേക്ക്ഔട്ട് റീടെസ്റ്റിനെ കാട്ടി ഇത് ഡിമാൻഡ് ഏരിയാസിൽ കുറച്ചും കൂടെയൊക്കെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് GM ബ്രൂവറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഡിമാൻഡ് ഏരിയ ട്രേഡുകളാണ് ഇതിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് ബ്രേക്ക്ഔട്ട് ട്രേഡുകളെ കാട്ടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും വീണ്ടും ഒരു ബ്രേക്ക്ഔട്ടാണ്, ഇതേ അറ്റംപ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് 2 സോൺസ് ആണ് ബ്രേക്ക് ചെയ്തത്. ഒന്ന് 770 എന്ന് പറഞ്ഞാൽ ഈ സോൺ ബ്രേക്ക് ചെയ്തു, ആൻഡ് 940 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഒരു വലിയ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ് GM ബ്രൂവറീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതാം, ഈ 940 എന്ന് പറയുന്നത് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ്
അല്ലെങ്കിൽ 800 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 ഡിമാൻഡ് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വച്ചേക്കുക. എപ്പോഴെങ്കിലും GM ബ്രൂവറീസ് റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ പൊസിഷൻസ് നോക്കാമല്ലോ. അപ്പോൾ ഞാനും ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നാൽ ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ കാണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും GM ബ്രൂവറീസ്. സോ എൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സ് ഞാൻ വച്ചേക്കുന്നത് 1320 ആൻഡ് 1570 ആണ്. സോ മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഈ ഒരു ഫസ്റ്റ് ഒരു 10% മൂവ്മെൻറ്റും സെക്കൻഡ് ഒരു 30% മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ക്വിക്കായിട്ട് ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക. 2 ഡിമാൻഡ് ഏരിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമീഡിയറ്റ്ലി റീച്ച് ചെയ്യാവുന്ന ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10% ആൻഡ് 32% മൂവ്മെൻറ്റ് ഇവിടെ പെൻഡിങ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. ഡീപ്പ് കറക്ഷൻസ് ഇതിൻ്റെ ഭാഗമാണ്. നല്ല ബ്രേക്കൗട്ട് തന്ന ശേഷം ഡീപ്പ് കറക്ഷൻസ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫെമിലിയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ, നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ പ്രൈസ് ആക്ഷൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ഡീപ്പ് കറക്ഷൻസ്, വളരെ ചെറിയ കറക്ഷൻസ് അല്ല, ഡീപ്പ് കറക്ഷൻസ്. ഈ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഒരുപാട് നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. ഡിമാൻഡ് ഏരിയാസും മനസ്സിലാക്കി വയ്ക്കുക. പാനിക് ആവാതിരിക്കുക ട്രേഡ്സ് എടുത്താൽ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഓരോ സ്റ്റോക്കിനും വ്യത്യാസമുണ്ട്, ഓരോ സ്റ്റോക്കിൻ്റെ നേച്ചർ വ്യത്യാസമുണ്ട്. സോ അത് മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് ഞാൻ എടുത്തു വച്ചേക്കുന്നത് വരുന്ന വീക്സിലത്തേക്ക് വേണ്ടിയിട്ട് പ്രിവ്യൂ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ്. പ്രിവ്യൂ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ഗെയിം തുടങ്ങിയത് ഈ ഒരു ബേസ് ബ്രേക്കൗട്ടിൽ നിന്ന് 2200 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ് മാർക്കറ്റിൽ യഥാർത്ഥമായ ഗെയിം തുടങ്ങിയത്. അപ്പം പ്രിവ്യൂ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, ഒരു കൺസോൾട്ടേഷൻ തന്നു, ആ കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് 3000 റേഞ്ച് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2950 എന്നുള്ള റേഞ്ച് കണക്കാക്കുക. ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങും കൂടെ കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഈ 2950 എന്ന് പറയുന്നത് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിൽ 3450 മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രിവ്യൂ സ്പെഷ്യാലിറ്റിയിൽ. അപ്പോൾ ഇതിൽ 2 നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ ഓരോ സ്റ്റോക്കിനും ഓരോ നെഗറ്റീവ് ഉണ്ടല്ലോ. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ വന്നു എന്നുള്ളത് ഒരു ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഈ ഡിമാൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുന്നതാണ്. ഇപ്പോൾ പ്രിവ്യൂ സ്പെഷ്യാലിറ്റി എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു ഹൈ പ്രയോറിറ്റി സെറ്റപ്പ് ആയിട്ട് തന്നെ പ്രിവ്യൂ സ്പെഷ്യാലിറ്റി ഞാൻ വരുന്ന ആഴ്ചകളിൽ ഞാൻ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് സപ്ലൈ മുകളിലത്തെ സോൺ. ആൻഡ് എൻ്റെ ടാർഗറ്റ് വയ്ക്കാൻ പോകുന്നത് 5 to 10% ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 3400 ആണ്. അപ്പോൾ 450 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 600 ഒരു മിനിമം ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിച്ചായിരിക്കും ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. സോ നിങ്ങളൊന്നും പഠിക്കാൻ ശ്രമിക്കുക പ്രിവ്യൂ സ്പെഷ്യാലിറ്റി. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ എന്ന സ്റ്റോക്കാണ്. ഇത് ഓരോ സെറ്റപ്പും ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഒരു നേച്ചറും വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന സെറ്റപ്പ് വന്നാൽ മാത്രമേ ട്രേഡ് ചെയ്യൂ എന്നല്ല എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ ഓരോ സ്റ്റോക്കിൻ്റെയും നേച്ചർ പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡിംഗ് മെത്തേഡ്സാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോ സ്റ്റോക്സിനും ഓരോ നേച്ചർ പറഞ്ഞാണ് ഞാൻ ട്രേഡ് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ ഒരു സ്റ്റോക്കിനെ ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ അപ്പോളോ ഹോസ്പിറ്റൽസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, 8000 റേഞ്ച് വരെ പോയ സ്റ്റോക്ക് ഒരു കറക്ഷൻ വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എത്ര % കറക്ഷൻ ചെയ്തു? 8000 റേഞ്ചിൽ നിന്നും മോസ്റ്റ്ലി ഒരു 14-15% കറക്ഷൻ വന്നു. അതൊരു ഡീസൻറ്റ് കറക്ഷനാണ്, നമുക്കത് കുറ്റം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കറക്ഷൻ കിട്ടി. ആൻഡ് ഈ ഒരു ഏരിയയിലെ 7900 എന്ന് പറയുന്ന സോണിൽ മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങും നമുക്കിവിടെ കാണാം. ഈ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, 7200 റേഞ്ചിലെ ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണായിരുന്നു. അപ്പോൾ ആ ഡിമാൻഡ് ഏരിയയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഇവിടെ കണ്ടു. അപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ 7200 മുകളിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. 7200 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 7400 വരെ ഒരു 200 പോയിന്റ്സിൻ്റെ അപ്സൈഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 7200 മുകളിൽ നല്ലൊരു ക്ലോസിംഗ് കിട്ടിയ അപ്പോളോ ഹോസ്പിറ്റൽസ് അത്യാവശ്യം നല്ലൊരു ട്രേഡബിൾ സെറ്റപ്പ് ആയിട്ട് മാറും. ഇപ്പം അതിനുശേഷവും ഞാനൊരു ഡിമാൻഡ് ഏരിയ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ. ഇതിപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഫെയിൽ ചെയ്ത് താഴെ വരുവാണെങ്കിൽ 6700 എന്ന് പറയുന്ന ഈ ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അടുത്തൊരു ട്രേഡബിൾ ആയിട്ടുള്ള സെറ്റപ്പ് ഡെവലപ്പായി വരും. ഓക്കെ, അപ്പോൾ 2 ഏരിയാസിലും നമ്മൾ ട്രേഡ് വരാൻ പോസിബിലിറ്റി ഉള്ള സോൺസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6700 താഴെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ടോട്ടലി അവോയ്ഡ് ചെയ്യും. ഓക്കെ, ടോട്ടലി അവോയ്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകും. ഈ 6700 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ട്രേഡ് ഇതിൽ അവോയ്ഡ് ചെയ്യും. ഓക്കെ,
ഇപ്പം ഈ ഒരു സോൺസിലാണ് ഞാൻ കണക്കാക്കി വെച്ചിരിക്കുന്നത്. 6700 മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിലായിരിക്കും ഞാൻ ഈ അപ്പോളോ ഹോസ്പിറ്റൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രേഡ് പ്ലാന് തയ്യാറാക്കുക. അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സിമെന്റ്സ് ആണ്. ഞാൻ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്ത്യ സിമെന്റ്സ്. വീണ്ടും ഞാനത് ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല പോസിബിളി. അപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ലൈറ്റ്ലി ആ ട്രേഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, ലൈറ്റായിട്ട് ആക്റ്റീവായിട്ട്. ബട്ട് ഞാൻ കുറച്ചും കൂടെ എസ്പെഷ്യലി നോക്കുന്നതെന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കി, വളരെ ലിക്വിഡിറ്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം ഈ സ്റ്റോക്കിൽ. ടോട്ടലി ഒരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. പക്ഷേ ഒരു ഇറഗുലർ സ്ട്രക്ചറാണ്, ട്രേഡ് ചെയ്യാൻ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഞാൻ നോക്കുന്നത് മൈനറായിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് നോക്കുമ്പോൾ ഞാൻ ഇനി നോക്കുന്നത് 450 എബോവ് 450 ഈ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യും എന്നാണ്. എബോവ് 450 പോകുവാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു നേച്ചർ ഞാൻ പറഞ്ഞുതരാം. എബോവ് 450 പോകുവാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു 480 ഫസ്റ്റ് ടാർഗറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ആൻഡ് 500. അപ്പോൾ അതിന് എന്താണ് ഇത്ര മൈനറായിട്ട് വളരെ മൈനറായിട്ടുള്ള ടാർഗറ്റ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലായിട്ടുള്ള ഒരു ടാർഗറ്റാണ് വയ്ക്കേണ്ടത്. അതായത് ഫസ്റ്റ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ ടാർഗറ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഏത് ടാർഗറ്റാണ് ഫസ്റ്റ് അച്ചീവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്, ഓരോ സ്റ്റോക്കിൻ്റെ നേച്ചർ വെച്ചിട്ട് എന്തായിരിക്കും ആ സ്റ്റോക്ക് നമുക്ക് ഓഫർ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മൈനർ ടാർഗറ്റ്സ് ആയിരിക്കണം ഇന്ത്യ സിമെന്റ്സിലെ ആദ്യ ഘട്ടം എന്ന നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രയൽ ചെയ്യാമെന്നായിരിക്കും ഞാൻ വയ്ക്കുന്ന ഒരു ഫോക്കസ്. എന്നാണെങ്കിൽ എബോവ് 450 ആയിരിക്കും ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി. കാര്യം അങ്ങനെ ഒരു കാര്യം പറയാൻ കാര്യം നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ ടോട്ടൽ നേച്ചർ നോക്കിയാൽ വളരെ എന്താ പറയുക, നമുക്ക് ലിക്വിഡിറ്റി ഇഷ്യൂസ് തോന്നാറുണ്ട്, വളരെ ആളുകൾ ട്രേഡ് ചെയ്യുന്നത് കുറവാണോ എന്നുള്ളൊരു ഫീലൊക്കെ എനിക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. നിങ്ങളിവിടെ നോക്കാൻ തന്നെ ഇത്രയും വലിയൊരു കൺസോൾട്ടേഷൻ ആണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോസിബിലിറ്റി ഉണ്ട് മൂവ്മെന്റിന് വേണ്ടി. പക്ഷേ എനിക്കത് എത്ര ഫാസ്റ്റിലായിരിക്കും ആ മൂവ്മെന്റ് നടക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം 450 പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ചും കൂടെ ഒരു സേഫ് സൈഡിൽ പറയാം. ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയ 426 താഴെയൊക്കെ ക്ലോസിങ് വളരെ റെഡ് കാൻഡിൽ വരികയാണെങ്കിൽ മേ ബി ഔട്ട് ആവാം. കാര്യം വോളിയം ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇന്ത്യ സിമെന്റ്സ്. പക്ഷെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ബ്രേക്കിംഗ് പോസിബിലിറ്റി, അതായത് ഇന്റൻഷൻ അപ്സൈഡ് ആണെന്നുള്ള ഉള്ളത് കൊണ്ട് നമ്മളിത് ഫോക്കസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്കിലേക്ക് ഞാൻ പോവുകയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്ത് കുറേ ദിവസം മുന്നേ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയ സ്റ്റോക്കാണ്. ഇത് ഈ റേഞ്ചിലൊക്കെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, 220 റേഞ്ചിൽ. ശേഷം ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി, ശേഷം മാർക്കറ്റൊക്കെ മോശമായി കറക്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നാണ് ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ നോക്കിയത് ഷിപ്പിംഗ് കോർപ്പറേഷനിലെ ഡിമാൻഡ് ഏരിയ ട്രേഡാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ 224 റേഞ്ചിലാണ് ഇപ്പം ട്രേഡ് നടക്കുന്നത്. അപ്പം അടുത്ത പോസിബിൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 240 ഒരു അച്ചീവബിൾ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ ഉള്ള മൂവ്മെന്റ് വന്ന ഷിപ്പിംഗ് സ്റ്റോക്കുകളിലും കൂടെ അത് പ്രതിഫലിച്ചാൽ 240 ആൻഡ് 250 ആയിരിക്കും പോസിബിളായിട്ട് ഫസ്റ്റ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള റേഞ്ചസ് എന്ന് പറയുന്നത്. 250 റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ സെല്ല് ചെയ്യാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുക. ആൻഡ് അത് കഴിഞ്ഞാൽ 280 ഇത്രയും സോൺസിലേക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിന് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്താണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കണതെന്ന്. വീക്ക്ലി ക്ലോസിംഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീക്ക്ലി ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു ക്ലോസിംഗ് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്തത്. കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓറിയൻ ടെക്നോളജീസ്. നല്ല കമ്പനിയാണ്. ഇപ്പോൾ കുറച്ച് ഡൗൺ സൈഡാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ നോക്കുന്ന ഡിമാൻഡ് ഏരിയയാണ്. പിന്നെ അത്യാവശ്യം നല്ല കറക്ഷനും വന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക്. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റി എനിക്ക് കമ്പനിയിൽ തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വാച്ച് ലിസ്റ്റിൽ. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് 336 ആണ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ ഓറിയൻ ടെക്നോളജീസിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ 336 ട്രേഡ് നടക്കുന്നത്. ബിലോ 300 പോയാൽ സ്റ്റോക്ക് വീക്ക് ആവും കണ്ടിന്യൂസ്ലി. ബിലോ 300 ആണ് വീക്ക്നെസ്. ബിലോ 300 വീക്ക്നെസ്, ടെക്നിക്കലി വീക്ക്നെസ്. കമ്പനി ഫണ്ടമെന്റലി അത്യാവശ്യം നല്ല കമ്പനിയാണ്. അപ്പോൾ ബിലോ 300 വന്നാൽ ടെക്നിക്കലി ഒരു വീക്ക്നെസ് ഈ കമ്പനിയിൽ വരും. മറിച്ച് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഞാനൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ. അപ്പം ഓറിയൻ ടെക്നോളജീസ് വാച്ച് ചെയ്യുക. അപ്പം ഈ ഏരിയ വന്ന് ടച്ച് ചെയ്ത് പോകുമോ അതോ ഇവിടെ നിന്ന് റിവേഴ്സൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഞാൻ നോട്ട് ഷുവർ ആണ് എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഞാൻ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ഓറിയൻ ടെക്നോളജീസിൽ. അപ്പം നിങ്ങളും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NHPC.
ഇപ്പോൾ NHPC ട്രേഡ് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ട്രേഡാണ് ഞാൻ എടുത്തത്. മാക്സിമം കറക്ഷൻസ് വന്നു, ഒരു കൺസോൾട്ടേഷൻ ആണ്. അക്യുമുലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഫീൽ. ഇതിൽ NHPCയിൽ ഇപ്പോഴും ഒരുപാട് അക്യുമുലേഷൻ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഫീല്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 70 എന്നുള്ള റേഞ്ച് NHPCയുടെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡാണ്. അപ്പം നിലവിൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് 28.32 ആണ്. ആൻഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ്സ് 82 ആൻഡ് 88 ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്സ്. അപ്പം റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കരുത്, ഇത് ഞാൻ ടെക്നിക്കലി എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഡിമാൻഡ് ഏരിയയും എൻ്റെ ടാർഗറ്റ്സും ഇതിൽ ഫിക്സഡ് ആയിട്ട് നോക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ആഴ്ചകളിൽ എന്തായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. ഇപ്പം കുറച്ചും കൂടെ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ പോസിബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. 70 എന്ന് പറയുന്ന അത്യാവശ്യം നല്ല റിവേഴ്സൽ സോണാണ്. നിങ്ങൾ ടോട്ടലി മുന്നത്തെ കാര്യങ്ങൾ നോക്കിയാൽ 70 അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. 70ക്ക് താഴെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അടുത്തത് ഒരു റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കാണ്. അത് ടിറ്റഗർ എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇപ്പം ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കും ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ടിറ്റഗർ നോക്കുകയാണെങ്കിൽ തന്നെ എത്രയാണ് പോയത്? 1888 നിന്നാണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്ന് 68% ഡൗൺ സൈഡ് വന്നത്. ചിന്തിച്ച് നോക്കിയേ. ആൻഡ് അവിടെ നിന്ന് സ്റ്റിൽ അക്യുമുലേഷൻ കണ്ടിന്യൂ ചെയ്യണം. വീക്ക്ലി ചാർട്ട് ഞാൻ കാണിച്ചു തരാം. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് കണ്ട് ആരും ചാടി കയറി വലിയ പൊസിഷൻസ് ഒന്നും എടുക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ വലിയൊരു റെയിൽവേ സ്റ്റോക്സിൻ്റെ ഒരു ബുള്ളിഷ്നെസ് ഒക്കെ കണ്ട് ചാടി കയറി എടുക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ കണ്ട് ചാടി കയറുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതാ ഈ ക്യാൻഡിലിൻ്റെയും കാട്ടി അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കൺസോൾട്ടേഷനിലേക്ക് പോയി ഇല്ലേ? ഈ ക്യാൻഡിൽ പോലെ തന്നെയല്ലേ ഇതാ ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് തന്നത്. അത്യാവശ്യം നല്ലൊരു വലിയ ബുള്ളിഷ് പ്രസൻസ് ഇവിടെ കാണിച്ചു, നല്ലൊരു ബൈയിങ് പ്രഷർ കാണിച്ചു. ശേഷം എന്ത് സംഭവിച്ചു? 970 റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും കൺസോൾട്ടേഷനിൽ പോയി. അപ്പോൾ ഈ ട്രേഡ് ഇങ്ങനത്തെ സ്റ്റോക്സ് നോക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചർ പ്രൈസ് ആക്ഷനും പാസ്റ്റ് പ്രൈസ് ആക്ഷനും നമ്മളൊന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാടിക്കേറി ട്രേഡ്സ് എടുക്കരുത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പൊസിഷൻസ് ഇതിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് വലിയ പ്രതീക്ഷയോടെ എടുക്കരുത്. ഇതിലൊരു മേജർ ഹർഡിൽ എന്ന് പറഞ്ഞാൽ 970 ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെന്റം ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ, ട്രേഡ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക എടുത്തിട്ടുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 930 ഫസ്റ്റ് ടാർഗറ്റും 970 ഒരു സെക്കൻഡ് ടാർഗറ്റും ആണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ആൻഡ് സ്റ്റിൽ അക്യുമുലേഷൻ ഫേസിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നും അത്യാവശ്യം നല്ലൊരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിമാൻഡ് ഏരിയാസ് കണക്കാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 760 to 780 റേഞ്ച് ഒരു ഡിമാൻഡായിട്ട് കണക്കാക്കും. ആൻഡ് 900 ട്രേഡ് എടുക്കുന്ന ആളുകളാണെങ്കിൽ സൂക്ഷിക്കുക. 980 അല്ലെങ്കിൽ 970 റേഞ്ച് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതൊരു എന്താ പറയുക ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പോസിബിലിറ്റി. നിങ്ങളിവിടെ കണ്ടു കാണും, ഇതുപോലെ 4-5 ക്യാൻഡിൽ പൊങ്ങിയിട്ട് ശേഷം ഈ സാധനം കൺസോൾട്ടേഷനിൽ പോയിട്ടുണ്ട് മുന്നേ. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫോമൻസും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ടെക്നിക്കലി ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സ് ഞാൻ ഇന്ന് ഈ ആഴ്ചത്തേക്ക് ഫോക്കസ് ചെയ്യും. ആൻഡ് കണ്ടിന്യൂ ചെയ്യും. 2-3 ആഴ്ച ഞാൻ ഈ സ്റ്റോക്സ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ടെലിഗ്രാമിലോ യൂട്യൂബ് കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.